മാതൃഭൂമി ചാനൽ ചർച്ച. മുഖ്യമന്ത്രിയുടെ രാജിയാണ് ആവശ്യം. മകൾ സേവനം ചെയ്യാതെ അക്കൗണ്ടിലൂടെ പണം വാങ്ങിയത്രേ. മനോരമ സൃഷ്ടിച്ച കഥ മാതൃഭൂമി ചർച്ച ചെയ്യുന്നു. പക്ഷേ ആ ചർച്ച കണ്ടാൽ ചർച്ചയിൽ സംഘി ഏത് കോൺഗ്രസ് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാര്യം ജിൻഡോ എന്ന കോൺഗ്രസ്സുകാരൻ കൃസംഗിയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. സംഘികൾ ഉണ്ടാക്കുന്ന കഥ എത്ര വിദഗ്ധമായിട്ടാണ് ഒരു കൃസംഗിക്കാരൻ അവതരിപ്പിക്കുന്നു എന്ന് ആ ചാനൽ ചർച്ച കണ്ടാൽ ബോധ്യപ്പെടും. അങ്ങനെയാണ് ഇടതുപക്ഷ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് KS അരുൺകുമാർ ആ ചർച്ചയിൽ ഒരേപോലെ സംഘിയെയും കൃസംഗിയെയും നേരിട്ട് അടിച്ചിരുത്തുന്ന ദൃശ്യം കാണേണ്ടതാണ്. കാര്യം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നുണ സൃഷ്ടിക്കുക, ആ നുണ മനോരമ എന്ന അവരുടെ നുണ ഫാക്ടറിയിലൂടെ പുറത്തേക്ക് വിടുക, അത് വിട്ടതിന് ശേഷം കേരളത്തിലെ ബാക്കിയുള്ള നുണ ഫാക്ടറികളായിട്ടുള്ള അവരുടെ മാസപ്പടി പറ്റുന്ന മാധ്യമങ്ങളിലൂടെ അത് ചർച്ചയാക്കുക, വാർത്ത ആഘോഷമാക്കുക, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഇതാണല്ലോ ഇവർ ചെയ്യുന്ന പ്രവർത്തനം. ഇതിനെയാണ് അരുൺകുമാർ ഓരോ ചോദ്യത്തിനും സംഘിയെയും കൃസംഘിയെയും ഒരുപോലെ നേരിട്ടത്. എന്നിട്ട് വായടപ്പിക്കുന്ന മറുപടികൾ, പച്ചക്കള്ളങ്ങളെ തെളിവടക്കം പൊളിച്ച സന്ദർഭം. അപ്പോൾ ഒരു തരത്തിലും ഗവൺമെന്റിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഒരു തരത്തിലും ഒരു അഡ്വാൻറ്റേജും ഒരു ബെനിഫിറ്റും ഉണ്ടായിട്ടില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ വിധിന്യായം കയ്യിലുള്ളപ്പോ പിന്നെ എന്തിനാ മുഖ്യമന്ത്രി രാജിവെക്കണേ? ഒന്ന് പറയണം. 692 കോടി രൂപയാണ് സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത്, സ്യൂസ് ചെയ്തത്. ED സ്യൂസ് ചെയ്തു സോണിയാഗാന്ധിയുടെയും. എന്തേ അവർ രാജിവെക്കാത്തത്? അന്നേരം ആ സമയത്ത് MP ആയിരുന്നല്ലോ അദ്ദേഹം, ഇപ്പൊ പ്രതിപക്ഷ നേതാവാണല്ലോ. ബോഫോഴ്സ് കുംഭകോണവുമായി ഇവിടെ കൃത്യമായി നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5000 കോടി രൂപയുടെ ആരോപണമല്ലേ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അവർ രാജിവെച്ച് പുറത്തുപോയോ? നിരവധി ആരോപണങ്ങൾ വ്യക്തിപരമായി നേതാക്കന്മാർക്കെതിരെ വന്നല്ലോ. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണമില്ല, മറിച്ച് മകളായ സംരംഭകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കമ്പനികൾ തമ്മിലുള്ള കരാറിനെ നിങ്ങൾ കൂട്ടിയോജിപ്പിക്കുക. ഒരു കാര്യം കൂടി കേട്ടോ, ഏതെങ്കിലും തരത്തിൽ ഒരു കമ്പനി ആദായ നികുതി അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമ്പനിയും ആദായ നികുതി വകുപ്പും തമ്മിലുള്ള ഒരു പ്രശ്നം അത് സെറ്റിൽ ചെയ്തു. ആ സെറ്റിൽ ചെയ്തതിന്റെ ഉള്ളടക്കം മറ്റൊരു കേസിലും രേഖയായി ഉപയോഗിക്കാനോ മറ്റൊരു ഏജൻസിക്കോ ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ള നിയമം ഈ രാജ്യത്തുള്ളപ്പോ അത് ചലഞ്ച് ചെയ്ത് CMRL ഫയൽ ചെയ്ത കേസ് ഡൽഹി ഹൈക്കോടതി വാദം കേട്ട് 2/9/2024 കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന് പറഞ്ഞ കേസിൽ ഒരു കുറ്റപത്രം കൊണ്ടുപോയി കൊടുത്തു. അത് സ്വീകരിച്ചു, വാങ്ങിച്ചു. അത് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ നട്ഷൽ എടുത്ത് പത്രക്കാർക്ക് കൊടുത്തു, സമ്മറി കൊടുത്തു, അതിൽ തന്നെ സീക്രട്ട് എന്ന് മുകളിൽ ടൈപ്പ് ചെയ്തു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. കുഴൽപ്പണം, BJPയുടെ പ്രതിനിധിയല്ലേ ഈ ചർച്ച തുടങ്ങിയത്. കുടകര കുഴൽപ്പണത്തിൽ നിങ്ങളുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. സ്ഥലം വാങ്ങിക്കാൻ പോയ കേസ് ഒരു തുകയാണ് 41.6 കോടി രൂപ എന്ന് നിങ്ങൾ കണ്ടെത്തിയല്ലോ. അപ്പൊ നിങ്ങൾ ചിലരെ വെളുപ്പിക്കും, സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തും, സെലക്ടീവ് ലീക്കേജ് നടത്തും. അത് കണ്ടുകൊണ്ട് കോൺഗ്രസ് വലിയ തരത്തിൽ അട്ടഹാസം നടത്തും. മറ്റൊരു രാഷ്ട്രീയ വിഷയത്തിലും അഭിപ്രായം പറയാനില്ലാതെ അതമ്പതിച്ച് ആഭ്യന്തര കലഹത്താൽ തകർന്ന് തരിപ്പണമായി ആജീവനാന്ത പ്രതിപക്ഷമായി മാറിയിരിക്കുന്ന കോൺഗ്രസിന് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന് പറയും. ഇത് ഞങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തിൽ കണ്ടു, ബിരിയാണി ചമ്പി കണ്ടു, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ കണ്ടു, ലൈഫ് പദ്ധതി അഴിമതി എന്ന രൂപത്തിൽ കണ്ടു, ഖുറാന്റെ ഉള്ളിൽ കണ്ടു. ഒരൊറ്റ അഴിമതിയും പൊതുസമൂഹത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തല താത്തി ലജ്ജിച്ച് തോറ്റു തുന്നമ്പാടി ഇടയ്ക്ക് വെച്ച് ഡൽഹിക്ക് തിരിച്ചുപോയ ചരിത്രമാണ് എല്ലാ ഘട്ടത്തിലും ഉള്ളത്. ഈ കേസിലും അത്തരത്തിൽ തോറ്റു തുന്നമ്പാടി അവർ പോകുമെന്നത് ഇതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് അന്വേഷണമാകട്ടെ, കേന്ദ്രമല്ലേ, അവരുടെ കയ്യിലിരിക്കുന്ന അന്വേഷണ ഏജൻസി അല്ലേ, എന്തും ചെയ്യാൻ പാടില്ലെന്ന് നിയമം പറഞ്ഞാൽ അതും ചെയ്യാം. സുപ്രീം കോടതി നമ്മൾ പറഞ്ഞു ഭരണഘടനയാണ് വലുത്, ഗവർണർ ഇവിടെ അമിതാധികാരം കാണിക്കുന്നു. 3.5 കൊല്ലമാണ് മാധ്യമങ്ങൾ ചർച്ച നടത്തി. എത്ര ഹീറോ ആയിട്ടാണ് ഈ കേരളത്തിന്റെ ആരിഫ് മുഹമ്മദ് ഖാനെ അടക്കം ചിത്രീകരിച്ച് നമ്മൾ കണ്ടല്ലോ. സുപ്രീം കോടതിയുടെ ഒറ്റ വിധിന്യായത്തിൽ CPM പറഞ്ഞതാണ് ശരി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചതാണ് ശരി. ഇവിടെ ഗവൺമെന്റിന്റെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ച് മാത്രമേ ഗവർണർ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് കണ്ടില്ലേ. അതുപോലെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയത്തിനെതിരെ ഞങ്ങൾ ഫയൽ ചെയ്ത കേസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കാൻ പോവുക. അവിടെയും ഞങ്ങൾ മുന്നോട്ട് വെച്ച നിലപാടാണ് ശരിയെന്ന് സുപ്രീം കോടതി കണ്ടെത്തും, പരമാവധി നീതിപീഠം കണ്ടെത്തും. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ കണ്ടെത്തി കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ തന്നെ പറഞ്ഞിരിക്കുന്നു, EDയുടെ വിശ്വാസം പോയി, CBI കൂട്ടിലടച്ച തത്വയാണ് വിശ്വാസം പോയി. ഉത്തർപ്രദേശിലെ ഗവൺമെന്റിനോടൊക്കെ പറഞ്ഞില്ലേ, നീതിന്യായ വ്യവസ്ഥ തകർക്കപ്പെട്ട സ്ഥലം, അവിടെ ബുൾഡോസർ രാജ്യം നടപ്പാക്കിയ സ്ഥലത്ത് എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുക. ഈ അധികാരമുണ്ടെന്ന് വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ സ്വരത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള അധമ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഈ രാജ്യം തിരിച്ചറിയുക തന്നെ ചെയ്യും. പക്ഷെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു നയം. ഇവിടെ വരുമ്പോ ഇവിടെ CPM തകർക്കാൻ വലിയ തരത്തിലുള്ള നുണപ്രചരണം നടത്തും. അതൊക്കെ ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടി പാളിസായി പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. സ്വപ്ന സുരേഷ് ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്, അതിൽ കുറെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരു മറുപടി പറയാൻ പറ്റുമോ? ഈ കോൺഗ്രസിന്റെ നേതാവ് എല്ലാ ചർച്ചയിലും വന്ന് പറയുന്ന സ്ഥിരം ശൈലിയിൽ കുറെ ആക്രമണമുണ്ട്.
അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അവരുടെ ഒരേ പാറ്റേൺ ആണ്, ഒരേ CD ആണ്, അതായിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞു ഈ സ്വപ്ന സുരേഷിന്റെ ആത്മകഥ, ആ ആത്മകഥയുടെ വാചകം, അതിനു മുമ്പേ സരിത എസ് നായർ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ ആത്മകഥ ഉണ്ടായിരുന്നു, അവരുടെ ഒരു കോൾ ഷീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അർദ്ധരാത്രി വിളിച്ചിരിക്കുന്നത് 3881 കോളാണ്. മറ്റു കോളുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ശ്രീ K മുരളീധരൻ പറഞ്ഞു അർദ്ധരാത്രി 2 മണിക്കും 3 മണിക്കും വിളിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാൻ വിളിച്ചതല്ലോ എന്ന് പറഞ്ഞ നിരവധി സാഹചര്യവും ജനങ്ങളുടെ പൊതുസമൂഹത്തിലുണ്ട്. കൂടുതൽ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, എല്ലാ ഡേറ്റയും എന്റെ കയ്യിലുണ്ട്. ഡൽഹി ഹൈക്കോടതിയും ബാംഗ്ലൂർ ഹൈക്കോടതിയും പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള SFIയുടെ കള്ളപ്പണം വെളുപ്പിക്കലും അനധികൃതമായിട്ട് കള്ളപ്പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസ് ഇല്ലാതാക്കപ്പെടുന്നില്ല. അരുൺകുമാറെ, താങ്കൾ പറഞ്ഞു ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധി, ഡൽഹി ഹൈക്കോടതിയുടെ വിധി. ഈ കേസിൽ ഇതുവരെ ഡൽഹി ഹൈക്കോടതി ഒരു വിധിയും പാസ്സാക്കിയിട്ടില്ല, ഒരു ഇന്ററിം ഓർഡർ മാത്രമേ പാസ്സാക്കിയിട്ടുള്ളൂ. താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ. പിന്നെ ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധി എന്താ? അവിടെ വീണ തൈക്കണ്ടിൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ SFIO പറഞ്ഞത്, ഞങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടെ കമ്പനിയുടെ ഫ്രോഡുമായി ബന്ധപ്പെട്ട് 182 കോടി രൂപ അനധികൃതമായി രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ പത്രമാധ്യമങ്ങൾ, അതുപോലെ അമ്പലം പള്ളിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ തുക കൂടിയാണ്, അതാണ് മെയിൻ അന്വേഷണം. അതിനൊപ്പം അനുബന്ധ കാര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ദെൻ യു ക്യാൻ കണ്ടിന്യൂ ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞത്. അല്ലാതെ വീണ തൈക്കണ്ടിക്കെതിരെ അന്വേഷിച്ചോ എന്ന രൂപത്തിലല്ല. അതുകൊണ്ട് വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങ് ശ്രമിക്കരുതെന്നതാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ 691 കോടി രൂപ പിടിച്ചെടുത്തുന്നു ആരാ? EDO ആരോ? അത് അരുൺകുമാർ ഒന്ന് സാക്ഷ്യപ്പെടുത്തി അതിന്റെ തെളിവ് ഹാജരാക്കിയിട്ട് വേണോട്ടോ പോയി. കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ എന്തോ ആരോപണം, ഞാൻ തെളിയിക്കണം. ശ്രീ മാധുവിന്റെ വാട്സപ്പിലേക്ക് ഞാൻ അത് അയച്ചിട്ടുണ്ട്. എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ 692 കോടി എന്നാ പറഞ്ഞേ, അതല്ല ശരി, 752 കോടിയാണ്. അന്ന് വന്ന പത്രവാർത്ത 2023 വന്ന പത്രവാർത്തയും അതിൽ ആ പണത്തിന്റെ തോതും എല്ലാം പറഞ്ഞിട്ട് ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒന്ന്, ഡൽഹി ഹൈക്കോടതി കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ BJPയുടെ പ്രതിനിധി എത്ര തെറ്റിദ്ധരിപ്പിക്കുന്നു. ഒരു കോടതിയിൽ അങ്ങ് ഒരു അഭിഭാഷകനല്ലേ? ഫാക്ട്സ് ഷുഡ് ബി ട്രൂ, കമന്റ്സ് ആർ ഫ്രീ. താങ്കൾക്ക് താങ്കളുടെ കമന്റ് പറയാം, പാർട്ടിയുടെ അഭിപ്രായം പറയാം, പക്ഷെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാമോ? ഞാൻ മാധുവിന്റെ വാട്സപ്പിലേക്ക് ഈ ഡൽഹി ഹൈക്കോടതിയിൽ പെൻഡിംഗ് നിൽക്കുന്ന ഒരാഴ്ചയായിട്ട് വാദം നടക്കുന്ന മുഴുവൻ പെറ്റീഷനും അയച്ചിട്ടുണ്ട്. അതിന്റെ 6ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: that the said application was listed before this honorable court on 23/8/2024, 30/8/2024 and 2/9/2024. On 2/9/2024, after hearing the parties in length and finding merit in the submission made by the petitioner, this honorable court was pleased to pass an oral observe and direct the respondent number 4 SFIO to continue its investigation, but not to file any investigation report before section 212 of Companies Act. സെക്ഷൻ 212 പ്രകാരം നടക്കുന്ന അന്വേഷണം തുടരാം, പക്ഷെ കുറ്റപത്രം കൊടുക്കാൻ പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന വാചകം ആ 6th പാരഗ്രാഫിൽ കൃത്യമായിട്ടുണ്ട്. എന്തിനാ മിസ്റ്റർ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങളുടെ അന്വേഷണത്തിന്റെ രീതിയും നിങ്ങളുടെ വെളുപ്പിക്കലും പ്രതിപക്ഷത്തിനെതിരെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഇടപെടലും ഒക്കെ സമൂഹത്തിലുണ്ട്, പക്ഷെ കോടതിയുടെ ഫാക്സിനെ തെറ്റിദ്ധരിപ്പിക്കാമോ? എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഡൽഹി ഹൈക്കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല. ഈ അന്വേഷണം ആരംഭിക്കുന്നത് എങ്ങനെയാ? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡൽഹിയിൽ നടക്കുന്ന പ്രൊസീഡിംഗ്സാ. ആ ഡൽഹിയിൽ നടക്കുന്ന പ്രൊസീഡിംഗ്സിൽ ഡൽഹിയിലെ ഹൈക്കോടതിക്കാണ് ജൂറിസ്ഡിക്ഷൻ. ദാറ്റ് ഈസ് വൈ CMRL filed writ petition before the Delhi court. ആ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് എങ്ങനെ കോടതി പറഞ്ഞു? വന്നിട്ട് മറ്റൊരു ജഡ്ജിക്ക് വിട്ടു. എന്താ ഈ മറ്റൊരു ജഡ്ജി എവിടെയാ? ഈ ഡയറക്ഷൻ കൊടുത്ത കുറ്റപത്രം കൊടുക്കരുതെന്ന് പറഞ്ഞ ജഡ്ജി ഉണ്ടല്ലോ, മിസ്റ്റർ സുബ്രഹ്മണ്യം, ആ ജഡ്ജിയുടെ മുന്നിലേക്ക് തന്നെയാണ് കേസ് പോസ്റ്റ് ചെയ്തത്. കാരണം ആ ജഡ്ജിയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മറ്റൊരു ജഡ്ജിയുടെ അടുത്തേക്ക് പോയി എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ട്രാൻസ്ഫർ ഓർഡർ വന്നു, ട്രാൻസ്ഫർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ആ കോടതിയിൽ തന്നെ അദ്ദേഹം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇന്ററിം ഓർഡർ അദ്ദേഹം കൊടുത്തിരുന്നോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ ആ സമയത്ത് മാസങ്ങൾ വാദം കേട്ട് വിധി പറയാൻ മാറ്റിവെച്ച ജഡ്ജിയുടെ മുന്നിലേക്ക് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണേ, ഒരേ പാറ്റേൺ ആണ്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇതുപോലെ മുഖ്യമന്ത്രിയുടെ രാജി, അന്ന് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന കഥാപാത്രത്തിന് പകരമായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കർ ആയിരുന്നു അന്നത്തെ ഇര. അന്ന് പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് ആയിരുന്നു ഇവരുടെ ദേവത. ആ ദേവതയെ ഉയർത്തിക്കാട്ടിയാണ് ഇതുപോലെ ചർച്ച നടത്തിയത്. മറ്റൊരു സന്ദർഭത്തിൽ ഗവർണർ ആയിരുന്നു ഇവരുടെ ദേവൻ. ഗവർണറെ മുൻനിർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ഇതുപോലെ കുറെ വിവരം കെട്ട കഥയുണ്ടാക്കുന്നു. ആൾക്കാർക്ക് സാങ്കേതികമായി അറിയാത്ത കാര്യത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ നിരന്തരം അവർ ഉണ്ടാക്കിയ നുണക്കഥ യാഥാർത്ഥ്യമാണെന്നുള്ള തരത്തിൽ കൊടുമ്പിരി കൊണ്ട പ്രചരണം നടത്തുന്നു. ഒടുവിൽ സുപ്രീം കോടതി എടുത്ത് ചവറ്റുകുട്ടയിലെറിഞ്ഞു. ഒരു ചർച്ചയില്ല, ഒരു അനക്കവും ഇല്ല, അതിനെക്കുറിച്ച് മിണ്ടത്തില്ല. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ 1.25 വർഷം ഇതുപോലൊരു കള്ളക്കഥയുണ്ടാക്കി ജയിലിലടച്ചു. ഏറ്റവും ഒടുവിൽ കർണാടക ഹൈക്കോടതി പറയുന്നു ഒരു തെളിവുമില്ല, കേന്ദ്ര അന്വേഷണ ഏജൻസി ഒരു വ്യക്തിയോട് ചെയ്ത് ശുദ്ധ പോക്കൃത്തരമാണെന്ന്.
ചർച്ചയില്ല, വാർത്തയില്ല. ജയിലിൽ അടപ്പിക്കുന്നത് വരെ സംഘപരിവാറിനോടൊപ്പം നിന്ന് തുള്ളുകയും അതിനുവേണ്ടിയുള്ള സകല ഇന്ധനമാവുകയും ചെയ്യുന്നവർ ഇപ്പോഴും ഇതേ വിഷയത്തിൽ സമാനമായ റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. ഇടതുപക്ഷ നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ സംഘപരിവാർ കഥ സൃഷ്ടിക്കുക, സംഘപരിവാർ മാസപ്പടി കൊടുക്കുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുത്തുക, അതിനുശേഷം നാട് നീളെ മൈക്ക് കെട്ടിയും ഇവർ അയച്ചു കൊടുക്കുന്ന മാധ്യമ കോലുകൾക്ക് മുന്നിൽ ഒരേ വാചകങ്ങൾ ഇരുന്ന് കസറുക. അത് തന്നെയാണ് ഇവിടെയും കണ്ടത്. പക്ഷേ അന്ന് ഇടതുപക്ഷ പ്രതിനിധികൾ കാട്ടുന്ന പറയുന്ന യാഥാർത്ഥ്യങ്ങളെ കേരളത്തിലെ കോട്ടിട്ട അവതാരങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ കോടതികളിൽ വരുമ്പോൾ ആരാണ് പറഞ്ഞതെന്ന് പിന്നീട് അർദ്ധശങ്കയ്ക്കില്ലാതെ തെളിയുമ്പോൾ അതിനെക്കുറിച്ച് മരപ്പൊട്ടന്മാരാണെന്ന് തെളിഞ്ഞ കോട്ടിട്ട ജഡ്ജിമാർ പിന്നെ വാ തുറക്കാതിരിക്കുക. ഇതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഇവിടെയും തുറന്നു കാട്ടാൻ ശ്രമിച്ചത്. അതിനെ തന്നെയാണ് അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ വായടപ്പിച്ച് മറുപടി കൊടുത്തത്. പക്ഷേ പതിവ് പോലെ നമ്മുടെ നാട്ടിലെ മരപ്പൊട്ടന്മാരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന അവതാരങ്ങളും ഒപ്പം സംഘപരിവാർ സൃഷ്ടിക്കുന്ന നുണയുടെ ന്യായീകരണക്കാരായി വരുന്നവർക്കും അത് ഇപ്പോഴും തനത് ശൈലി തന്നെയാണ്. ഇന്നലകളിൽ നിങ്ങൾ ഇത് ചെയ്തില്ലേ എന്ന് ചോദിക്കാതെ അവർക്കൊപ്പം നിന്ന് ആ കൂത്താട്ടത്തിന് കൂടത്തുള്ളുന്നവർ ഇപ്പോഴും അതേ പണി തന്നെ എടുക്കുകയാണ്. നാട്ടുകാർ ഇത് കണ്ടിട്ട് മനസ്സിലാക്കുക. ഇതുപോലെ ചെയ്ത പല കേസുകളിലും നിരപരാധിയെ അപരാധിയാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു നിരപരാധിയുടെയും നിരപരാധിത്വം തെളിയിക്കാൻ ഇതുപോലുള്ള വളഞ്ഞിരുന്നുള്ള കൂട്ടച്ചർച്ചകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. അതിന് അരുൺകുമാർ വളരെ കൃത്യമായിട്ട് പറയുന്നതൊക്കെയും തെളിയിക്കുന്ന പോയിന്റുകളും ഒപ്പം തെളിവുകളും നിരത്തിയിട്ട് ആ മാധ്യമ കോട്ടിട്ടിരിക്കുന്ന പുട്ടിയിട്ട അവതാരത്തിന് അവിടെ മനസ്സിലായിട്ടില്ല. നേരത്തെ ഇതുപോലെയുള്ള തൊടുന്യായീകരണങ്ങൾ അടിക്കുകയും അവർക്കൊപ്പം കോറസ് പാടായിരുന്നതിന് ശേഷം നാളുകളിൽ ഇതും ഊമയായി മാറുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും.